ചുറ്റും നിൽക്കുന്ന ജനങ്ങളും പ്രതിപക്ഷവുമെല്ലാം മുഖ്യന്റെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചപ്പോഴും അധിക ദൂരത്തിനെ വിമർശിച്ചപ്പോഴുമെല്ലാം പിണറായിയുടെയും ശിങ്കിടികളുടെയും വിശദീകരണം അത് CPM-നെ തകർക്കാനും മുഖ്യനുമേൽ ജനങ്ങൾക്കുള്ള വിശ്വാസത്തെ ഇല്ലാതാക്കാനുമാണെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് പിണറായിക്ക് നേരെ വിമർശനങ്ങൾ ഉയരുന്നത്. CPI സംസ്ഥാന കൗൺസിലിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് രൂക്ഷ വിമർശനമുണ്ടായത്. ഭക്ഷ്യവകുപ്പിന് ബജറ്റിൽ തുക അനുവദിക്കാത്തതിലാണ് വിമർശനം. മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ഭക്ഷ്യമന്ത്രിയുടെ കൈ തെളിഞ്ഞെന്ന് സംസ്ഥാന കൗൺസിൽ അംഗവും ഭക്ഷ്യമന്ത്രി GR അനിലിന്റെ ഭാര്യയുമായ R ലതാദേവി പരിഹസിച്ചു. മുഖ്യമന്ത്രിക്ക് ആഡംബരത്തിനും ധൂർത്തിനും കുറവില്ല. മുഖ്യമന്ത്രിയുടെ കാലിത്തൊഴുത്തിനും പശുക്കൾക്ക് പാട്ട് കേൾക്കാനും കോടികൾ ചിലവെടുത്തെന്നുമായിരുന്നു കുറ്റപ്പെടുത്തൽ. CPM ഒരിക്കൽ വെളുപ്പിക്കാൻ നോക്കിയ തെറ്റുകളെല്ലാം ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങളായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആലോചനയില്ലാതെ തയ്യാറാക്കിയതാണ് സംസ്ഥാന ബജറ്റ്. ഈ സർക്കാരിനെ അധികാരത്തിൽ വരാൻ സഹായിച്ച സപ്ലൈകോയെ ബജറ്റിൽ തീർത്തും അവഗണിച്ചു. മുൻകാലത്തെ പോലെ ബജറ്റ് തയ്യാറാക്കുമ്പോൾ വേണ്ട കൂടിയാലോചനകൾ ഇപ്പോൾ നടക്കുന്നില്ല. ഭിന്ന നയമാണ് പാർട്ടി വകുപ്പുകളോടുള്ളതെന്നും സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ വിമർശിച്ചു. വിദേശ സർവകലാശാലയ്ക്കെതിരെയും വിമർശനമുണ്ടായി. വിദേശ സർവകലാശാല വിഷയത്തിൽ മുന്നണിയുടെ നയവ്യതിയാനമാണ് നടക്കുന്നത്. എതിർത്ത് ലേഖനം എഴുതിയവർ ഇപ്പോൾ അത് നടപ്പിലാക്കുന്നു. വിഷയം മുന്നണിയിൽ ഉന്നയിക്കണമെന്നും ആവശ്യമുയർന്നു. ആലോചനയില്ലാതെ തയ്യാറാക്കിയ ബജറ്റാണിതെന്നും വീണ്ടും അധികാരത്തിൽ വരാൻ സഹായിച്ച സപ്ലൈകോയെ തീർത്തും അവഗണിച്ചതായും യോഗത്തിൽ വിമർശനമുയർന്നു. ബജറ്റ് തയ്യാറാക്കുമ്പോൾ മുൻപൊക്കെ കൂടിയാലോചന നടന്നിരുന്നു. എന്നാൽ ഇപ്പോഴതില്ല. പാർട്ടി വകുപ്പുകളോട് ഭിന്ന നയമാണെന്നും അഭിപ്രായമുയർന്നു. മാസപ്പടി വിവാദത്തിൽ അടക്കം CPM-ഉം പിണറായിയും വിമർശനത്തിന്റെയും സംശയത്തിന്റെയും നിഴലിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ഇത്തരം വിമർശനങ്ങളും. ഏതായാലും ഞാനാണ് എല്ലാം എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടന്നിരുന്ന മുഖ്യന് ഇപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും കിട്ടുന്നത് നല്ല എട്ടിന്റെ പണിയാണ്. ഇത്രയും പ്രതിസന്ധികൾ മുൻപിൽ നിൽക്കുമ്പോൾ വരുന്ന ലോക്സഭാ ഇലക്ഷൻ കടന്നുകൂടാൻ പാർട്ടിക്ക് സാധിക്കുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന മറ്റൊരു ചോദ്യം. എല്ലാം കൊണ്ടും ജനങ്ങൾക്ക് CPM-ഉം പിണറായി വിജയനും ഇപ്പോൾ കണ്ണിലെ കരടാണ്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ജനങ്ങളെ സ്വാധീനിക്കും വിധത്തിൽ ഇനി ഒന്നും ചെയ്യാൻ CPM-ന് സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിലയിരുത്തൽ. കൂടാതെ പെൻഷൻ കുടിശ്ശികയും എടുത്താൽ പൊങ്ങാത്ത അത്രയും കടവും കൂടിയായപ്പോൾ CPM-ന് വരുന്ന ഇലക്ഷനിൽ അധികം പ്രതീക്ഷയെ വയ്ക്കേണ്ടി വരില്ലെന്നാണ് ജനങ്ങളുടെയും അഭിപ്രായം.